മാങ്ങ അച്ചാറാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാനൊരു മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വന്നിട്ട് മാങ്ങ പെരട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു മാങ്ങ കറിയാണ്. രണ്ടും ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് കാശ്മീരി ചില്ലിയൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് നല്ല കളറായിരിക്കും. നമ്മുടെ അച്ചാറിന് നല്ല കളറൊക്കെ കിട്ടും. പിന്നെന്താ, കുറച്ച് കടുക് നമുക്ക് വേണം. കടുക് വന്നിട്ടൊരു 1.5 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ മാങ്ങാച്ചാറിൽ ഇതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷനിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഒരു പാന് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറിന് എല്ലാ അച്ചാറിനും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് അച്ചാർ ഉണ്ടാക്കിയിരുന്നാലും നമ്മൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇതിലും ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 4 to 5 ടീസ്പൂൺ വരെ എടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് താളിക്കണം. കടുക് പൊട്ടിക്കണം. ആദ്യമായിട്ട് കുറച്ച് കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വറ്റൽമുളക് നമുക്ക് വേണം. അപ്പോൾ ഇത് ജസ്റ്റ് അടച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്തത്. പിന്നെന്താ, പച്ചമുളക് വേണം, 2 ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കറി ലീവ്സ്, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ആ പൗഡർ, അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന പൊടിയൊക്കെ കൂടെ ഒന്നുകൂടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക മിക്സിയുടെ ജാറ്. അപ്പോൾ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക്, മാങ്ങ കറിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അപ്പം കുറച്ച് കറിയായിട്ട് തന്നെ വെക്കണം. പിന്നെ ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കിട്ടും. പിന്നെ ഇതിലോട്ട് ഞാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം, 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കായപ്പൊടി വേണം. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായമൊക്കെ മസ്റ്റായിട്ട് ചേർക്കണം, എങ്കിലേ നമ്മുടെ ഒറിജിനലായിട്ടുള്ള മാങ്ങ കറിയുടെ ആ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഈ മാങ്ങ ഞാൻ രാവിലെ അരിഞ്ഞ് വെച്ചിട്ട് രാത്രിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ആ മാങ്ങ ഇരുന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഇതിൽ കിട്ടും. അപ്പോൾ ഇത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലോണം തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ മാങ്ങ നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓണസദ്യയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ അച്ചാറുകളെല്ലാം തയ്യാറാക്കി വെക്കുക. അപ്പോൾ രാവിലത്തെ ജോലി എളുപ്പമാവും, അച്ചാറും ഇരുന്നൊന്ന് സെറ്റായി കിട്ടും. അച്ചാറൊക്കെ തലേ ദിവസം തന്നെ ഇട്ട് വെച്ചാൽ ആ ഉപ്പും കായവും ഒക്കെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള സൂപ്പർ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാം, കേടാവത്തൊന്നുമില്ല. നല്ലെണ്ണ ചേർക്കുന്നത് കാരണം അച്ചാർ പെട്ടെന്നൊന്നും പൂപ്പലൊന്നും പിടിക്കത്തില്ല. പിന്നെ അഥവാ അത്രയ്ക്കൊരു റിസ്ക് എടുക്കാൻ വയ്യെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മറ്റേ മെത്തേഡെന്ന് വെച്ചാൽ ഞാൻ പെരട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര വെള്ളമൊന്നും ചേർക്കാതെയാണ് ആ അച്ചാർ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്